എൻ്റെ റെസിപ്പി കുറച്ച് അരിനെല്ലിക്ക ഉപ്പിലിടാൻ. നെല്ലിക്ക ക്ലീൻ ചെയ്തെടുക്കുക, കാന്താരി ക്ലീൻ ചെയ്തെടുക്കുക. വൃത്തിയാക്കി ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റി വെച്ചിരിക്കുവാണ്. വെള്ളം വാർന്നു പോയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇടാം. ഞങ്ങളുടെ നാട്ടിൽ അരിനെല്ലി എന്നാണ് പറയുന്നത് ഈ നെല്ലിക്കയ്ക്ക് പേര്. ഓരോ നാട്ടിലും ഓരോ പേരുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. ഓരോ നാട്ടിലും ഓരോ പേരുള്ളത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലിടുക. കുറച്ച് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഉപ്പിലിടാം. കുറച്ച് കല്ലുപ്പിടാം. ഇതിൽ കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് കല്ലുപ്പിടാം ഇതിൻ്റെ മുകളിലോട്ടായിട്ട്. വീണ്ടും നെല്ലിക്ക ഇടാം അതിൻ്റെ മുകളിൽ. ലെയറായിട്ട് ഇടുക. വീണ്ടും കല്ലുപ്പിടാം. കല്ലുപ്പായതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി. വീണ്ടും നെല്ലിക്ക ഇടാം. പിന്നെ മുകളിലോട്ട് വീണ്ടും കല്ലുപ്പിടാം. അതിൻ്റെ മുകളിലോട്ട് നെല്ലിക്ക ഇടാം. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുന്നത്. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു, ഒരു കൈ കൊണ്ട് നെല്ലിക്ക ഉപ്പിലിടുന്നു. നെല്ലിക്ക ഇട്ട് തീർന്ന് ഇനി ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. നെല്ലിക്ക ഉപ്പിലിട്ടിട്ട് ഇന്നേക്ക് 2 ദിവസമായി. നമുക്കത് തുറന്ന് നോക്കാം. നല്ല രസമായിട്ടുണ്ട്. ഉപ്പിൻ്റെ വെള്ളവും നെല്ലിക്കയുടെ വെള്ളവും നല്ല കണക്ക് ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കാന്താരി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കാന്താരി ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. എല്ലാം അങ്ങനെ വരഞ്ഞു കൊടുക്കാം. കാന്താരി നെല്ലിക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്കയിലോട്ട് കാന്താരി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടും കാണരുത് സ്പൂണിൽ. സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കാം നെല്ലിക്ക. ഈ കാന്താരി എല്ലാം ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ഇറങ്ങി എല്ലാത്തിലും എരി പിടിക്കണം. മൊത്തത്തിൽ പിടിക്കട്ടെ എരി. നല്ല രീതിക്ക് ഇളക്കി മറിച്ച് കൊടുക്കണം. ഉപ്പിൻ്റെ വെള്ളവും നെല്ലിക്കയുടെ വെള്ളവും കൂടെ ഇതിൻ്റെ എരിവും കൂടെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അരിനെല്ലിക്ക കഴിക്കാൻ. കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ്. വെറുതെ കഴിക്കാനും നല്ല രസമാണ് കഴിക്കാൻ. ഈ കാന്താരിയുടെ എരിവും പിടിച്ച് ഉപ്പും പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കരുത്. ഇട്ട് കഴിഞ്ഞു. ഇത് നമുക്കിനി അടച്ച് മാറ്റി വെക്കാം. 5 ദിവസമാകുമ്പോൾ എടുത്ത് കഴിക്കാവുന്നതാണ്. ദിവസമായിട്ടുണ്ട്. നമുക്ക് നെല്ലിക്ക എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് കൊച്ചുമോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവളെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിച്ച് പറയാം. ടേസ്റ്റ് ചെയ്ത് നോക്കുമോളെ, എന്നിട്ട് പറ.
സൂപ്പർ. നല്ല ഉപ്പും പിടിച്ചിട്ടുണ്ട്, നല്ല കാന്താരിയുടെ എരിവും പിടിച്ചിട്ടുണ്ട്. താങ്ക് യു.